ഹലോ ഹായ്, നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. പിങ്ക് പാലട. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം ഇങ്ങ് എത്തിയില്ലേ, നമുക്ക് നല്ലൊരു പാൽപ്പായസം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ചൂടുവെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പാലൊക്കെ ഒഴിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു 2 ലിറ്റർ പാലാണ് കേട്ടോ ഈ കുക്കറിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു 6 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള കുക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ 2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പാൽ അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ വിസിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്ലിമ്മായ ഒരു തീയിലാണ് കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്തെടുക്കേണ്ടത്, പാൽ വെന്ത് വരേണ്ടത്. അപ്പം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു 1 മണിക്കൂർ ആവുന്നതിന് മുമ്പായിട്ട് നമ്മളിതാ അട എടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് മാസിൻ്റെ അടയാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത അടയാണ്, അധികം കളിയൊന്നുമില്ലാത്തൊരടയാണ് കേട്ടോ. അപ്പോൾ അത് നിറയെ വെള്ളത്തിൽ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴത്തേന് നമ്മുടെ 1 അവറും 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വിസിലൊക്കെ ഒന്ന് വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ അട വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നിറയെ വെള്ളത്തിൽ അട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അട നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടയൊന്ന് വെന്തോ നോക്കാം. അപ്പോൾ അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം മൊത്തം കളയണം. അപ്പോൾ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. നമ്മൾ വെള്ളമൊക്കെ പോയി തീർന്ന് നമ്മുടെ അട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് നല്ല പോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ അടയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, കൊത്തി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പാൽപ്പായസമല്ലേ, അപ്പോൾ കുറച്ച് മധുരത്തിൽ തന്നെ എടുക്കാം നമുക്ക്. എന്നിട്ട് മധുരം ചേർത്ത് കഴിയുമ്പോൾ, പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടി ലൂസാകും. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പാൽ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു മൈൽഡ് ചായയുടെ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പിങ്ക് കളറ്. ആഹാ, എന്താ കളറല്ലേ. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലുള്ള പാല് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഉരുളിയോ എടുക്കാം കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തത് അടയൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വന്നാൽ, ഒരുപാട് തിളച്ച് വറ്റിക്കണ്ട, ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല പോലെ കട്ടിയായിട്ട് വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പം നല്ലൊരു ഓണ വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.